ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇഡ്ഡലി വെച്ച് തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമാണ് കേട്ടോ. ഇതിനായിട്ട് ആദ്യം ഒരു പാൻ എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്കൊരു സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനൊപ്പം തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കൊത്തിയരിഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മസാലപ്പൊടികളാണ്. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അത്രയും തന്നെ ജീരകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ തക്കാളിയാണ് കേട്ടോ. തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇതിലേക്ക് നമ്മൾ ചിക്കന് അല്ലെങ്കിൽ ബീഫ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് മല്ലിച്ചപ്പാണ്. മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് ഇഡ്ഡലിയാണ്. ഞാനിവിടെ ഒരു 5 ഇഡ്ഡലിയാണ് എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് മല്ലിച്ചപ്പാണ് കേട്ടോ. 2 മുട്ട ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് മല്ലിച്ചപ്പും കുരുമുളകും ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി നമ്മൾ ഇഡ്ഡലി കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ച് അതിലേക്ക് ഈ മുട്ടയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഇഡ്ഡലി മിക്സിൽ നിന്ന് പകുതി എടുത്തിട്ട് ആ മസാല തയ്യാറാക്കിയ പാനിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ അടിയിൽ നമ്മളൊന്ന് എണ്ണാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ ഇഡ്ഡലിയിൽ നിന്ന് പകുതി മിക്സ് ആ പാനിൻ്റെ അടിയിലേക്ക് ഒന്നിങ്ങനെ പരത്തി വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച മിക്സ് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ബാക്കിയുള്ള ഇഡ്ഡലി മിക്സും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതും ഒന്ന് പരത്തി വെച്ചിട്ട് നമ്മൾ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അതേപോലെ ഞാൻ ആദ്യം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നേരിട്ട് പാന് വെച്ചു. ഇനി അതൊന്ന് ആവി വരുമ്പോൾ ഒരു തട്ട് അതിനടിയിൽ വെച്ച് കൊടുക്കണം. ഇനി അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. നമ്മളൊരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ അത് പാനിൽ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് മറിച്ചിട്ടിട്ട് അത് അതേപോലെ ആ പാനിലേക്ക് തന്നെ വീണ്ടും ഒന്നിട്ട് കൊടുത്താൽ മതി. ഇനി 2 ഭാഗം നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. നമ്മളെ കയ്യിൽ സോസൊക്കെ ഇട്ടുന്നുണ്ടെങ്കിൽ അധികം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇഡ്ഡലിയൊക്കെ ബാക്കി വരുമ്പോൾ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയൊരു വിഭവമാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.